വെൽക്കം ടു മൈ ചാനൽ ദലാഡി പ്രോഫിറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങളുടെ സോൾ പേർപ്പസ് ആണ് നോക്കുന്നത്. നമ്മൾ ഓരോ സോളും ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നത് ഒരു ഉദ്ദേശത്തിലാണ്. എന്തെങ്കിലും ഒരു ജന്മ ലക്ഷ്യം ഉണ്ടാവും, ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശം എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. Fourth house, Pisces, Capricorn, ninth house, Sagittarius. ബോട്ടം ഓഫ് ദ ഡെക്ക് അക്വേറിയസ് ആണ് വന്നിട്ടുള്ളത്. ഓർഫൺ, ഫ്ലെക്സിബിൾ, time to go, time for a nap, never ending story. ബോട്ടം ഓഫ് ദ ഡെക്ക് ഒബ്സർവർ ആണ് വന്നിട്ടുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇത് കളക്റ്റീവ് എനർജിയാണ്. കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ജനറൽ ആണ്. അപ്പോൾ കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. അതായത് ഓരോ വ്യക്തിക്കും ഓരോ എനർജിയാണ്, ഓരോ വ്യക്തിക്കും ഓരോ പേർപ്പസ് ആണ്. നമ്മുടെ സോള് ഈ ഒരു ഭൂമിയിൽ ജന്മം എടുക്കുന്നതിന് മുന്നേ തന്നെ പല സോൾ കോൺട്രാക്റ്റും ഈ ഒരു ഭൂമിയിൽ വന്നതിന് ശേഷം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ആ സോള് ഗ്രോ ചെയ്യണം. അത് ഗ്രോ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ലെസൺ ഉണ്ടാകും. ആ ലെസൺസ് ഉണ്ടാകും, ആ സോളിൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടാകും. ഇതൊക്കെ നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകത്തിലാണ് ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. ജാതകത്തിൽ നിങ്ങളുടെ ഓരോ ഗ്രഹങ്ങളുടെ സ്ഥാനം, അതുപോലെ അതിൻ്റെ ഡിഗ്രീസ്, ഡിവിഷൻ, അതുപോലെ രാഹു കേതു നോട്ട്സ് നോക്കാനുണ്ട്, നിങ്ങളുടെ പൂർവ്വപുണ്യം നോക്കാനുണ്ട്. ഇതൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് സോൾ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജനറൽ ആയിട്ടാണ് കിട്ടുക. അതായത് നിങ്ങളുടെ സോളിൻ്റെ ഏകദേശം ധാരണ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്, ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 4th ഹൗസ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ ഈ 4th ഹൗസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബാല്യകാലത്ത് തന്നെ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ജേർണി മീൻസ് നിങ്ങളുടെ സോൾ പർപ്പസിലേക്ക് കണക്റ്റ് ആകാൻ വേണ്ട കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ ബാല്യകാലത്ത് തന്നെ വരുമ്പോൾ അത് സ്റ്റാർ സീഡ് ആകാനുള്ളൊരു ചാൻസ് ഉണ്ട്. സ്റ്റാർ സീഡ്സ് എന്ന് പറയുമ്പോൾ വേറെ ഒരു സ്റ്റാർ ക്ലസ്റ്ററിലെ സോൾസ് എനർജീസ് ആണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് പലതരം സ്റ്റാർ സീഡ്സ് ഉണ്ടാവും. അതായത് ഓറിയോൺ ഉണ്ട്, അതുപോലെ പ്ലീഡിയൻ, ലൈറ, അങ്ങനെ പല ടൈപ്പ് സ്റ്റാർ സീഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാർ സീഡ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ ചെറുപ്പം മുതലേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ ബാല്യകാലം മുതൽ തന്നെ നിങ്ങൾ ഓരോ ലെസൺ പഠിച്ചു തുടങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബാല്യകാലത്തിന്റെ ഇൻഫ്ലുവൻസ് ഇവിടെ നന്നായിട്ട് തന്നെ കാണിക്കുന്നത്. ഈ ചൈൽഡ്ഹുഡിൽ നിന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ട്രോമ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ചില സമയം നിങ്ങൾ പാരൻസിൻ്റെ അടുത്ത് നിന്നായിരിക്കാം, അതല്ലെങ്കിൽ സ്കൂളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ മറ്റു പല ആൾക്കാരുടെ അടുത്ത് നിന്നായിരിക്കാം. അങ്ങനെ എന്തൊക്കെയോ ചൈൽഡ്ഹുഡിൽ തന്നെ നിങ്ങൾ ഫേസ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ ചെറുപ്പം മുതലേ ലെസൺ ലേൺ ചെയ്തിട്ട് വന്ന സോൾസ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ 4th ഹൗസ് വന്നിട്ടുള്ളത്. ഇത് ഫാമിലി ലീനേജിനെ കൂടി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഫാമിലി പരമായിട്ട് തീർക്കേണ്ടതായിട്ടുള്ള എന്തോ ഒരു കർമ്മ ബാധ്യത കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സോളിന് നിങ്ങളുടെ ഇൻഡിവിജ്വൽ കർമ്മ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയിലെ കർമ്മയും നിങ്ങളിലൂടെ തീരണം എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫാമിലിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ചെറുപ്പം മുതലേ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവരുടെ കർമ്മ നിങ്ങളിലൂടെ തീരേണ്ടതാണ്. നിങ്ങളുടെ സോൾ പേർപ്പസുമായിട്ട് നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസിനും നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ആ ഒരു DNA അതുമായിട്ട് ഭയങ്കരമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ഇൻസെക്യൂരിറ്റി അനുഭവിക്കുന്ന ആൾക്കാരായിട്ടും കൂടി കാണിക്കുന്നുണ്ട്. ഒരുപാട് ജീവിതത്തിൽ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ തകർക്കാനാണ് ആ കാര്യങ്ങളൊക്കെ വന്നത്. കാരണം നിങ്ങൾ ഒരു വലിയൊരു പേർപ്പസ് ഉള്ള ആൾക്കാർ തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വൽ പേർപ്പസ് മാത്രമല്ല, ഫാമിലി ലീനേജ് കൂടി ബ്രേക്ക് ചെയ്യേണ്ട ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള സോൾസ് ആണ്. ഈ പവർ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്ട്രഗിൾസ് ഉണ്ടാവുന്നത്.
അപ്പം നിങ്ങൾ നിങ്ങളുടെ ചൈൽഡ്ഹുഡിലൊക്കെ എന്തൊക്കെ ലെസൺ നിങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ബാക്കിയുള്ളവർക്ക് ഒരു പഠിപ്പായിട്ട് മാറണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആ ഒരു നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതൊക്കെ മറ്റുള്ളവർക്ക് ഒരു ലെസൺ ആയിരിക്കും വേണം, എന്നാൽ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് സോൾ പേർപ്പസിലോട്ടേക്ക് എത്തുകയും വേണം. ഇതൊക്കെ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് ആണ്. നിങ്ങളൊരു മാനിഫെസ്റ്റർ സോൾ ആയിട്ടാണ് കാണിക്കുന്നത്. മാനിഫെസ്റ്റർ സോൾ മീൻസ് നിങ്ങളുടെ ഫാമിലിയിൽ ആരൊക്കെയോ മാനിഫെസ്റ്റ് ചെയ്തിട്ട് വന്നതാണ്. അതായത് ആ ഫാമിലിക്ക് ഒരുപാട് കർമ്മയുണ്ട്, ആ കർമ്മ നിങ്ങളിലൂടെ തീരണം. അത്രയും പവർഫുൾ ആയിട്ടുള്ള സോൾസിന് മാത്രമേ അങ്ങനെയുള്ള കർമ്മ തീർക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് സ്റ്റാർ സീഡ് എന്നുള്ളത് പറയാനുള്ള കാരണം. സ്റ്റാർ സീഡ് ആവാനുള്ള ചാൻസ് ഹൈലി കാണിക്കുന്നത്. കാരണം ഇവിടെ സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, അതുപോലെ പൈസിസ്, പിന്നെ 9th ഹൗസ് വന്നിട്ടുണ്ട്. 9th ഹൗസ് എന്ന് പറയുമ്പോൾ ശക്തമായിട്ട് ഇവിടെ കാണിക്കുന്നത് നിങ്ങളൊരു അങ്ങനെ ഒരു സോളാണ് എന്നുള്ള ഒരു മാനിഫെസ്റ്റർ സോള്. അതായത് 9th ഹൗസിൽ നിങ്ങളുടെ പൂർവികരെയും കാണിക്കുന്നുണ്ട്. അതുപോലെ 4th ഹൗസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലി ശക്തമായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. കുറച്ചൊന്നല്ല, നല്ല രീതിക്ക് തന്നെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു വേർഡ് എടുത്ത് പറയുന്നത്. 9th ഹൗസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫാമിലി, അതുപോലെ നിങ്ങളിലൂടെ എന്തോ ഒന്ന് ബ്രേക്ക് ചെയ്യാനുണ്ട്. ആ ഫാമിലി പൂർവികമായിട്ട് എന്തോ ഒന്ന് ബ്രേക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ പൂർവികരുടെ എന്തൊക്കെയോ ശാപങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയോ ദോഷങ്ങളിൽ നിന്നോ ഉള്ള മോചനം നിങ്ങളുടെ ഒരു അവേക്കണിങ്ങിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഗ്രോത്തിലൂടെ സംഭവിക്കുന്നുള്ളതാണ് ഈ 9th ഹൗസ് ഒക്കെ കാണിക്കുന്നത്. 9th ഹൗസും അതുപോലെ സാജിറ്റേറിയസും ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. അറിവ് പഠിക്കലും നിങ്ങളുടെ ഒരു ഇതാണ്, ആ അറിവ് കൊടുക്കലും. പിന്നെ ആത്മീയമായിട്ട് ഉള്ള ഒരു സീക്കിങ് ഇവിടെ ഹൈലി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾ ഒരുപാട് താല്പര്യം, അത് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ആ സീക്കിംഗ് ഒക്കെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ സാജിറ്റേറിയസ് ഗുരുവാണ്. അത് എക്സ്പാൻഡ് ചെയ്യാനാണ് പറയുന്നത്. മീൻസ് നിങ്ങളുടെ അറിവ്, നിങ്ങൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അറിവ്, ഇതൊക്കെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പേർപ്പസ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ശരിയായ നിങ്ങളുടെ ഒരു സോൾ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ അക്വേറിയസ് എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. അതായത് അക്വേറിയസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെയാണ് കാണിക്കുന്നത്. അതുപോലെ സാങ്കേതിക വിദ്യകളൊക്കെ കാണിക്കുന്നതാണ് അക്വേറിയസ് എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന ഈ ഒരു ഡെവലപ്മെൻറ്റ്, ഈ ഒരു ഡെവലപ്മെൻറ്റിനനുസരിച്ച് പോകേണ്ട ആൾക്കാരാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ എത്ര സ്പിരിച്വൽ ആണെന്ന് പറഞ്ഞാലും പണ്ടൊക്കെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കാട് കയറി പോവുക, അല്ലെങ്കിൽ ഹിമാലയം തേടി പോവുക, അല്ലെങ്കിൽ വീടും കുടുംബം ഉപേക്ഷിച്ച് പോവുക, ആ ഒരു ഇതിലായിരിക്കും ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ടാവുക. അതായത് പാരമ്പര്യമായിട്ടുള്ള കാര്യങ്ങളും കൂടി ആചാരപരം പറയുമ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക, അമ്പലം, പള്ളി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക, ഇതൊക്കെ ബ്രേക്ക് ചെയ്യേണ്ട ആൾക്കാരാണ് നിങ്ങൾ. കാരണം ഇത് ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു ഡെവലപ്മെൻറ്റ്സ്, അതായത് ഇന്നത്തെ സാങ്കേതിക വിദ്യ, അതിനെയും ഈ നേച്ചറിനെയും ഒരുമിച്ച് തന്നെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തിട്ട് പോകേണ്ട ആൾക്കാരാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു ബ്രേക്കിംഗ് ആണ് കാണിക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെയാണോ നടക്കുന്നത്, അല്ല സ്പിരിച്വാലിറ്റിയെക്കുറിച്ചുള്ള ഒരു ധാരണ, ഇതൊക്കെ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. ഇത് ബ്രേക്ക് ചെയ്യുന്നിടത്തു നിന്നല്ല, അതാണ് നിങ്ങളുടെ ഒരു പേർപ്പസ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം അക്വേറിയസ് എന്ന് പറയുമ്പോൾ ജനക്കൂട്ടത്തെ കാണിക്കുന്നുണ്ട്. അക്വേറിയസിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ശനിയാണ്. ശനി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഭൂമിപരമായിട്ടും, അതുപോലെ ശനി എന്ന് പറയുമ്പോൾ വേറെ മീനിങ് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളോട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ശനി എന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യ, ഭൂമിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ജനക്കൂട്ടം, പാവങ്ങളുടെ എന്ന് പറയുമ്പോൾ നിർധനരായി നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ ഇതാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ഒരു ജനക്കൂട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ട് നിൽക്കുക, പിന്നെ മാറ്റങ്ങൾക്കനുസരിച്ച് ആൾക്കാരെ കൊണ്ടുവരിക. കാരണം പിന്നോട്ടേക്കല്ല പോകേണ്ടത്, മുന്നോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുപോകേണ്ടതാണ്. അല്ലാതെ നൊസ്റ്റാൾജിയ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പഴയ കാലത്തേക്ക് കൊണ്ടുപോകലല്ല. ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെയുണ്ടോ അതിനെ ബാലൻസ് ചെയ്തിട്ട് പോകാനാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ സോൾ പേർപ്പസ്. മറ്റുള്ളവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ എന്നുള്ള അതല്ല നിങ്ങളുടേത്, ഞാൻ എന്നുള്ളിടത്ത് നിന്ന് നമ്മൾ എന്നുള്ള ഒരു ഇതിലേക്ക് വരണം. ഞാൻ എനിക്ക് എന്നുള്ള ഇതിലോട്ടേക്ക് വരാതെ എപ്പോഴും എനിക്കത് മനസ്സിലാക്കണം, എനിക്കിത് മനസ്സിലാക്കുന്നല്ല, നിങ്ങൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എന്നുള്ളതിൽ നിന്ന് നമ്മൾ എന്നുള്ള ഒരു ഇതിലേക്ക് എത്തുന്നതാണ് ഇവിടെ അക്വേറിയസ് കാണിക്കുന്നത്. അപ്പം അത് മാത്രമല്ല, ഇന്നത്തെ കാലത്തിനൊത്ത് അതിനെ ബാലൻസ് ചെയ്തിട്ട് പോവുക എന്നുള്ളതും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് സൗത്ത് നോഡ് എന്ന് പറയുന്ന കാർഡാണ്. സൗത്ത് നോഡ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കാണിക്കുന്നതാണ്. പാസ്റ്റ് ലൈഫ് മീൻസ് നിങ്ങൾ ആ ഒരു ബർത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങളുടെ സോൾ ചെയ്തിട്ടുണ്ടോ ആ കാര്യങ്ങളായിരിക്കാം ഈ ഒരു ബർത്തിലും നിങ്ങൾക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവുക. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര എക്സ്പേർട്ട് ആയിരിക്കും, പക്ഷേ അവിടെ നിങ്ങൾക്ക് സോൾ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. അത് ബ്രേക്ക് ചെയ്യണം. കാരണം നിങ്ങൾ ഓൾറെഡി അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു ബർത്തിൽ നിങ്ങളത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പം ബ്രേക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള എന്താണോ നിങ്ങളിൽ ഇപ്പോൾ ഉള്ളത് അത് ബ്രേക്ക് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സൗത്ത് നോഡ് കാണിക്കുന്നത്. ബ്രേക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളത്.
അത് തന്നെയാണ് ഞാനിവിടെ അക്വേറിയസ് പറഞ്ഞിട്ടുള്ളത്. മീൻസ് നിങ്ങൾ പഴയ ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുക, പഴയ നൊസ്റ്റാൾജിയ, അത് ഇത് അല്ലെങ്കിൽ കുട്ടിക്കാലം അല്ലെങ്കിൽ പഴയ കാലം നന്നായിരുന്നു, ഇന്നത്തെ ഡെവലപ്മെൻറ്റ്സ് പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള തോട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയിട്ട് ഇന്നത്തെ കാലം എന്താണോ അതും എല്ലാം ബാലൻസ് ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ്. കാരണം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ വന്നത്, ഡെവലപ്മെൻറ്റ്സ് ബാലൻസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇന്ന് കാണുന്ന ഈ ഡെവലപ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ പരിണാമം തന്നെയാണ്. അതായത് മനുഷ്യൻ്റെ എത്രത്തോളം പരിണമിച്ചു അതിൻ്റെ ഒക്കെ ഒരു തെളിവ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ അതിനെ എതിർക്കാതെ അതിനെ ബാലൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുക, മറ്റുള്ളവർക്ക് അതിലോട്ടേക്ക് ബാലൻസ്ഡ് ആയിട്ട് എങ്ങനെ കൊണ്ടുവരാം, അതിൽ അടിമപ്പെട്ടു പോകാതെ എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുക്കലാണ് നിങ്ങളുടെ ഒരു പേർപ്പസ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നത്, ഇത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സോൾ പേർപ്പസ് ആയിരിക്കണം എന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് റീസണേറ്റ് ആവുന്നുണ്ടോ, സിറ്റുവേഷനുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത് പൈസിസ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, അതുപോലെ കമ്പാഷൻ, അതുപോലെ സ്പിരിച്വാലിറ്റി, ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. മറ്റുള്ളവരെ ഹീൽ ചെയ്യുക, അവരെ പ്രചോദിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു കാർഡാണ് ഈ ഒരു പൈസിസ് എന്ന് പറയുന്നത്. അതിപ്പം സാജിറ്റേറിയസ് ആണ്. സാജിറ്റേറിയസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സാജിറ്റേറിയസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത്, നോളജ് ഷെയർ ചെയ്യുക എന്നുള്ളത്. നോളജ് നിങ്ങൾ ഉണ്ടാക്കുകയും വേണം, അത് ഷെയർ ചെയ്യുകയും വേണം. ഹീലിംഗ് ഒക്കെ നിങ്ങളുടെ സോൾ പേർപ്പസിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങൾ, ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇവിടെ കാപ്രിക്കോൺ എന്ന് പറയുന്ന കാർഡ് കാണിക്കുന്നത്. റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം, കൺസിസ്റ്റൻസി ഉണ്ടാവണം, ചെയ്യുന്ന കാര്യത്തിലൊക്കെ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ശനി അതാണ്, അതായത് നിങ്ങളുടെ ഈ ഒരു സോൾ പേർപ്പസ് വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അക്യൂറസ് ആണ്. അപ്പോൾ അതിൻ്റെ അധിപൻ ശനിയാണെന്നുള്ളത്. ശനി കഠിനാധ്വാനത്തെ കാണിക്കുന്നതാണ്. കഠിനാധ്വാനം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് കിട്ടും. ശനി ഒരുപാട് നമ്മളെ പരീക്ഷിക്കും, പക്ഷെ അത് പരീക്ഷണ ഘട്ടം മാത്രമാണ്. ശനി ഒരിക്കലും ഒന്നും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റില്ല. ഇപ്പം നമ്മുടെ ഗോൾസ് ആണെങ്കിലും ഈവൻ നമ്മളുടെ ഡ്രീംസ് ആണെങ്കിൽ പോലും ശനി ഒന്നും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നില്ല. പക്ഷെ ആ എടുത്തു മാറ്റുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹയർ ഗുഡിനല്ലാത്ത കാര്യങ്ങളാണ്. നമ്മുടെ കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം തന്നെ നമുക്ക് ശനി തരും. അതുകൊണ്ട് ഒന്നും സ്വപ്നങ്ങളോ ആശയങ്ങളോ ആയിട്ട് മാറിപ്പോകാതെ അത് നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പ്രവർത്തനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കാരണം ശനിയാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനിയാണ് നിങ്ങളുടെ എനർജിയെ ഈ ഒരു സമയത്ത് ഭരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ശനി തരും. നിങ്ങൾ എത്രമാത്രം കൺസിസ്റ്റൻ്റ് ആണോ, സിൻസിയർ ആണോ എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. പിന്നെ 9000 എന്ന് പറയുന്ന ഒരു കാർഡ് നിങ്ങളുടെ ഈ ജേണിയെ കുറിച്ച് കൂടി കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ട്രാവലിങ്ങിനെ കാണിക്കുന്നുണ്ട്. മീൻസ് നിങ്ങൾ എത്രത്തോളം ട്രാവൽ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. പല സംസ്കാരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനെ പല സംസ്കാരങ്ങളെയൊക്കെ കുറിച്ച് പഠിക്കുന്നതും അറിയുന്നതും സമയത്താണ് നിങ്ങളുടെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതി, നിങ്ങളൊന്ന് പുരോഗതിയിലോട്ടേക്ക് വരുന്നത്. നിങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതിയും നിങ്ങളുടെ കുറേ കുറവുകളൊക്കെ മാറുന്നത്, നിങ്ങളൊന്ന് എക്സ്പാൻഡ് ആവുന്നത്, നിങ്ങളുടെ എനർജി ഒന്ന് എക്സ്പാൻഡ് ആവുന്നതൊക്കെ നിങ്ങളുടെ ട്രാവലിങ്ങിലൂടെയാണ്. കാരണം ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങിക്കൂടി നിൽക്കേണ്ട ആളല്ല, ഒരുപാട് വ്യത്യസ്ത സംസ്കാരങ്ങളെയും ഒക്കെ പഠിക്കേണ്ട ആൾക്കാരാണ്. അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇടുങ്ങിയ ചിന്താഗതി മാറുന്നതിനൊത്തു തന്നെ നിങ്ങൾ ഈ അക്വേറിയസ് എന്ന് പറയുന്ന എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഓർഫൻഡ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഓർഫൻഡ് എന്ന് പറയുന്ന കാർഡ് എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക. ആ ഒറ്റപ്പെടലാണ് നിങ്ങളെ ഗ്രോ ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾ ആൾക്കാർ ഒത്ത് കൂടേണ്ടതാണ്. പക്ഷെ ഒറ്റപ്പെടലിലൂടെയാണ് നിങ്ങളുടെ സോള് പല കാര്യങ്ങളിലേക്കും എത്തിയത് എന്നുള്ളതാണ് ഇവിടെ വന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാർഡ് വന്നിട്ടുണ്ട്, ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന കാർഡ്. നിങ്ങളുടെ ജീവിതം ഒരുപാട് മാറ്റും. അതായത് പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. ഇത് യുറാനസിൻ്റെ എനർജിയാണ്. യുറാനസ് എന്ന് പറയുമ്പോൾ പെട്ടെന്നായിരിക്കും വിപ്ലവകരമായിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അതായത് പെട്ടെന്ന് സഡൻ ട്രാൻസ്ഫോർമേഷനെ കാണിക്കുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്നായിരിക്കും ചേഞ്ചസ് ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾ ഇതിനെ നേരിടാൻ ഭയക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ ആ ഒരു ചേഞ്ചസിനെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായി പോകും. മാറ്റങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കണം. നിങ്ങൾ എപ്പോഴും വൾനറബിൾ ആയിരിക്കണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ടേക്ക് പ്രകൃതി കൊണ്ടുവരും. അത് നിങ്ങളവിടെ ബലം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മുന്നോട്ടേക്ക് പോകില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അമിതമായിട്ടുണ്ടാകുന്ന പിടിവാശി, ഇതൊക്കെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വളർച്ച വളരെ വേഗത്തിലായിരിക്കും. ജീവിതം മാറുമ്പോൾ നിങ്ങൾ മാറണം. മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കാർഡ് വന്നിട്ടുള്ളത്.
പിന്നെ നെവർ എൻഡിങ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. ലൈഫിൽ പല കാര്യങ്ങളും ആവർത്തിച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അവിടെ ആവർത്തിച്ച് വരുന്നത് നിങ്ങൾ അവിടെ പാഠം പഠിക്കാൻ ബാക്കിയുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും ഓരോ ലെസൺ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തരുന്നത്. നിങ്ങൾ ആ ലെസൺ പഠിച്ചില്ലെങ്കിൽ ആ ലെസൺ തന്നെ റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പിന്നെയും പിന്നെയും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. അത് നിങ്ങളുടെ കരിയറിലായിരിക്കാം, റിലേഷൻഷിപ്പിലായിരിക്കാം, എവിടെയെങ്കിലും ഒരു പാറ്റേൺ വരുന്നുണ്ടോ എന്ന് നോക്കുക. ആ ലൂപ്പിൽ കിടന്ന് നിങ്ങൾ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, സെയിം റിപ്പീറ്റ് ആയിട്ട് പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് നിങ്ങൾ ഡെയിലി ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ആയിട്ട് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ പല ആൾക്കാരായിരിക്കാം പക്ഷേ സെയിം സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ, പല മുഖങ്ങൾ വരുന്നത് പക്ഷെ അവരിൽ നിന്നൊക്കെ സെയിം കാര്യങ്ങളായിരിക്കാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഫിനാൻഷ്യലിയും ഈ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരേ പാറ്റേണിൽ നിങ്ങളുടെ ലൈഫിൽ പല സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ല. ആ പാഠം പഠിക്കാത്തത് കൊണ്ടാണ് പ്രപഞ്ചം നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് കുറേ കാര്യങ്ങൾ സെയിം പാറ്റേണിൽ തരുന്നത്. അതൊരു ലൂപ്പ് കിടന്ന് നിങ്ങൾ കറങ്ങുകയാണ് ചെയ്യുക. ആ ലൂപ്പ് നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. അതാണ് ഇവിടെ സൗത്ത് നോഡ് നേരത്തെ വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ന് കരുതിയിട്ട് അത് കംഫർട്ട് സോൺ എന്നല്ല പറയുന്നത്. 2 തരത്തിൽ വരും. കംഫർട്ട് സോൺ അല്ലാതെയും, അതായത് ലൂപ്പ് ക്രിയേറ്റ് ആവും. കർമ്മ, അത് കർമ്മയാണ്. സൗത്ത് നോഡും കർമ്മ തന്നെയാണ്, പാസ്റ്റ് ലൈഫ് ആയതുകൊണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒന്നും ശിക്ഷയല്ല. നിങ്ങളുടെ ലൈഫിലെല്ലാം വരുന്നത് പാഠങ്ങളാണ്. പാഠം പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾ ഗ്രോ ചെയ്യും. പിന്നെ ടൈം ഫോർ നാപ്പ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് സൈലൻസിലാണ് പല ഉത്തരങ്ങളും ലഭിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട, സൈലൻ്റ് ആയിട്ട് ഇരിക്കണം. സൈലൻസിലൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. ബോട്ടം ഓഫ് ദ ഡെക്ക് അക്വേറിയസ് ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ സോൾ പേർപ്പസ്. അതുപോലെ ഒബ്സർവർ എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. ഒബ്സർവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് അനുഭവ തലത്തിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാകും. അതുപോലെ എല്ലാറ്റിനെയും വിധിക്കാതെ, എല്ലാറ്റിനെയും ജഡ്ജ് ചെയ്യാതെ, എസ്യൂം ചെയ്യാതെ ഒരു നിരീക്ഷകനെ പോലെ കാണുക, ഒബ്സർവറായിട്ട് മാറുക എന്നുള്ളതാണ്. കാരണം ഒബ്സർവറായിട്ട് മാറിയാൽ മാത്രമേ അവിടെ എന്ത് ലെസൺ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞു, ഫ്ലെക്സിബിൾ എന്ന് പറയുന്ന കാർഡ് വായിക്കുമ്പോൾ ലൂപ്പ് ഉണ്ട്, ലൂപ്പിൽ കിടന്ന് കറങ്ങുകയാണ് ചെയ്യുന്നത്. സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നു എന്നുള്ളത്. അപ്പം അത് നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ, അതെന്താണ് നിങ്ങൾക്ക് അവിടെ ലെസൺ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഒബ്സർവർ എന്ന് പറയുന്ന ഈ ഒരു എനർജിയിൽ നിങ്ങൾ എത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറ്റൂ എന്താണ് ആ ലെസൺ എന്നുള്ളത്. അല്ലാതെ അതിനെ ജഡ്ജ് ചെയ്യാനോ അതിൻ്റെ കാരണം തേടി പോകാനോ അല്ലെങ്കിൽ എസ്യൂം ചെയ്യാനോ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്റ്റക്കാകും. അതുകൊണ്ട് ഈ ഒബ്സർവർ മോഡിലേക്ക് നിങ്ങൾ മാറേണ്ടതാണ്. നിങ്ങളുടെ സോള് നിങ്ങൾ അതിനെ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുവാണ്. പക്ഷെ നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്നും അതിന് അലൈനിൽ വരുന്നില്ല. അപ്പോൾ അതിനൊരു അലൈൻമെൻറ്റ് വരിക എന്നുള്ളതാണ്. അതാണ് ഈ ഒബ്സർവർ എന്ന് പറയുന്ന ഈ ഒരു മോഡിൽ എത്താൻ വേണ്ടി പറയുന്നത്. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒബ്സർവറിൽ എത്തുക എന്നുള്ളതാണ്. ഒബ്സർവറിൽ എപ്പോഴാണോ നിങ്ങൾ എത്തുന്നത് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സോൾ പേർപ്പസുമായിട്ട് കണക്റ്റ് ആകും. അപ്പം നിങ്ങളുടെ സോൾ പേർപ്പസ് ഇതാണ്. ക്ലിയർ ആയിട്ട് ഞാൻ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നിങ്ങളുടെ റീഡിങ്. വിസിലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.